വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ചില സ്ക്വാഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, ചെൽസിനെ കുറിച്ച് പറഞ്ഞു, ആഴ്സണലിനെ കുറിച്ച് പറഞ്ഞു, സ്പേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് റയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ വഴിയെ നമുക്ക് എല്ലാ ടീമിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, റയലിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റയൽ മാഡ്രിഡ് സ്ക്വാഡിന് ഏത് ട്രോഫിയും അടിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്. അത് നമ്മൾ റയൽ മാഡ്രിഡ് ആയതുകൊണ്ട് പറയുകയാണ്, പിന്നെ അവിടുത്തെ പ്ലെയേഴ്സിനെയും കണ്ട് പറയുകയാണ്. ഇപ്പോൾ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഫെഡെ വാൽവേർഡെ, തിബോട്ട് കോർട്ട്വ, അതുപോലെ പറയുകയാണെങ്കിൽ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡ്, കാരേറാസ് ഒക്കെ ഇനി പ്രൂവ് ചെയ്ത് വരണം. പക്ഷേ എനിക്ക് നല്ല പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ റോഡ്രിഗോ അവിടെ ഉണ്ട്. റോഡ്രിഗോ മേ ബി വിട്ടേക്കാം, പക്ഷേ ടീമിലുണ്ടെങ്കിൽ റോഡ്രിഗോ, ഇവരെല്ലാം തന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ എന്താ പറയുക, ആശാന്മാരാണ്. അപ്പം ഇവർക്ക് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവർക്ക് മാച്ചുകൾ ജയിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം 2022 ഇവർ UCL അടിച്ചാണെങ്കിലും 2024 UCL അടിച്ചാണെങ്കിലും എസ്പെഷ്യലി 2022 ടീമിന് കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ല, 22 അല്ല 24 എസ്പെഷ്യലി ടീമിന് കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പോയി ആ ഒരു ട്രോഫി അടിച്ചു. അവർക്ക് ആ ഒരു ഹെറിറ്റേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഏത് സ്ക്വാഡിനെ വെച്ചിട്ടും എങ്ങനെയും കപ്പടിക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ റയൽ മാഡ്രിഡിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സ്ട്രെങ്ത്തിനേക്കാളേറെ കുറച്ചധികം വീക്ക്നെസ്സുകൾ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ആമുഖമായിട്ട് ഇത് പറഞ്ഞത് എന്താ വീക്ക്നെസ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്, അതാണ്. അപ്പോൾ ഈ ടീമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ ടീമിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നറിയാം. ഈ ടീമിലെ പ്ലെയേഴ്സിൻ്റെ പൊട്ടൻഷ്യലൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. അവരുടെ സീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവലാണ്. വിനീഷ്യസ്, നേരത്തെ പറഞ്ഞു ഓർമ്മയില്ലേ, വിനീഷ്യസ് ജൂനിയർ, വിനീഷ്യസ് ഒക്കെ ഒന്ന് ഫുൾ ഓൺ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആളെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നിയർലി ഇമ്പോസിബിൾ ആണ്. സോ അതാണ് റയലിനെ കുറിച്ച് പറയുമ്പം ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ടീമിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മാനേജറെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്സാബി അലോൺസോ ഒരു സിസ്റ്റം മാനേജറാണ്. ആള് ഓൾറെഡി നമ്മുടെ ബയർ ലെവർകൂസനിൽ പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇൻവിൻസിബിൾ ആയിട്ട് പോയിട്ട് ആ ഒരു ലീഗ് അടിച്ച മനുഷ്യനാണ്. അവിടെ ബയൺ മ്യൂണിക്കിനെ ത്രൂ ഔട്ട് ദ സീസൺ ചാലഞ്ച് ചെയ്തിട്ട് തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷെ അതാണ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് പ്രതീക്ഷയാണ് അവർക്ക് ക്സാബി എന്ന് പറയുന്ന മാനേജറിലുള്ളത്. ഇനി നമ്മൾ ടീമിലേക്ക് വരാം. ടീമിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, പ്രോബബ്ലി ദ ബെസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ അവരുടെ മെയിൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള തിബോട്ട് കോർട്ടുവൻ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബിഗ് ഗെയിം പ്ലെയേഴ്സിൽ ഒരാളാണ് തിബോട്ട് കോർട്ടുവ. ക്ലച്ച് ആവേണ്ട സമയത്ത് ക്ലച്ച് ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ്. എപ്പോഴും വിശ്വസിക്കാം. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ തിബോട്ട് കോർട്ടുവ നിൽക്കുന്നുണ്ട്, ഗോൾ വലക്ക് താഴെ കോർട്ടുവുണ്ട്, അതൊരു വിശ്വാസമാണ്. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ ബാക്കപ്പ് ഗോൾ കീപ്പർ നോക്കുകയാണെങ്കിൽ അത് ലൂനിയനാണ്. ലൂനിയൻ ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബാക്കപ്പ് ഗോൾ കീപ്പർ ഓപ്ഷനാണ്. സോ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ റിച്ച് ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സെൻട്രൽ ബാക്കുകളുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഡീൻ ഹുയ്സൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രോമിസിങ് സൈനിങ് ആണ്, സൂപ്പർ സൈനിങ് ആണ്. അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവർക്ക് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ അവർ കുറച്ച് പൈസ മുടക്കാന്നുള്ളൊരു സ്കീമിലാണ് പോകുന്നത്. ആ ഒരു സ്കീം വെച്ചിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു 50 മില്യൺ നല്ലൊരു പ്ലെയറെ കിട്ടി. യങ് ആണ്, സ്പാനിഷ് ആണ്, നമ്മുടെ ക്സാബിൻ്റെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലെയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട പെർഫോമൻസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആളാണ് ടീമിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഗോൾ കീപ്പർ അടുത്ത് റിസീവ് ചെയ്യുന്നു, വേണമെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിന് ആൾ തന്നെ ബീറ്റ് ചെയ്യും, ലോങ് ബോൾസ് കൊടുക്കും, സ്പ്ലിറ്റിംഗ് ബോൾസ് കൊടുക്കും, ഫൈനൽ തേർഡിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ പണിയും, ഈ സ്വിച്ച് കൊടുക്കുക, ഈ എല്ലാ പണിയും എടുക്കുന്നത് ഡീൻ ഹുയ്സൺ ആണ്. നന്നായിട്ട് ഡിഫെൻഡും ചെയ്യും ഡീൻ ഹുയ്സൺ. ഇതെല്ലാം ഡീൻ ഹുയ്സൺ ആണ് എടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ ഹുയ്സന്റെ മേലെ ഓവർലോഡ് ആണെന്ന് പറയാം. ഓക്കെ, എന്നിരുന്നാൽ പോലും ഒരു പരിധി വരെ തൻ്റെ കാര്യങ്ങളൊക്കെ ഡീൻ ഹുയ്സൺ വൃത്തിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ PSG-ക്കെതിരെയുള്ള മാച്ചിൽ ഡീൻ ഹുയ്സന്റെ മിസ്സിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫോൾട്ട് എന്ന് പറയുന്നത്. ഡീൻ ഹുയ്സൺ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇനി ഹുയ്സണെ വെച്ചിട്ട് നമുക്ക് ഹുയ്സന്റെ കൂടെ ആര് പാർട്ട്ണർ ചെയ്യും എന്നുള്ള ഡിസ്കഷനിലേക്ക് പോവാം. റൂഡിഗർ ഉണ്ട്. റൂഡിഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം, റൂഡിഗർ തൻ്റെ ക്വാളിറ്റി തെളിയിച്ചിട്ടുള്ള പ്ലെയറാണ്. കുറച്ച് യൂണീക്ക് ക്യാരക്ടറൊക്കെ ഉള്ള പ്ലെയറാണ്. ഫാൻസിനൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്ലെയറാണ്.
പക്ഷേ ആളുടെ മാക്സിമം നമ്മുടെ കാർലോ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞു. ആളെ മാക്സിമം യൂസ് ചെയ്തു. ആളുടെ എല്ലാ ടാലൻറ്റും കാർലോ തൻ്റെ സിസ്റ്റത്തിൽ വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്തു. അതാണ് സത്യം. ഇപ്പോൾ നമ്മൾ ആ ഒരു റൂഡിഗറിലേക്ക് നോക്കുമ്പോൾ പരിമിതികളുണ്ട്. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം മുതലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സമയത്തും ആളുടെ പേസ് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി ഇവർ അത്യാവശ്യം നല്ല ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്. പിന്നെ അതൊക്കെ തന്നെയാണ് മെയിൻ പ്രശ്നം. പിന്നെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഒന്നും ആളുടെ അത്ര ടോപ്പല്ല. അതായത് സാബിൻ്റെ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അത് റൂഡിഗറിൻ്റെ കേസ് അത്. പിന്നെ അലാബൻ്റെ കേസ് പറയുന്ന സമയത്ത് അലാബക്ക് ഒരു സീസൺ ഫുള്ള് ഫിറ്റായി നിൽക്കും എന്നുള്ളത് കണ്ടറിയണം. അലാബൻ്റെ കേസ് നമ്മൾ കണ്ടറിയന്നെ വേണം. പിന്നെ ഫിറ്റായി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നോക്കാം അലാബൻ്റെ കാര്യം. പിന്നെ മിൽട്ടാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിറ്റായി നിൽക്കുകയാണെങ്കിൽ മിൽട്ടാവ് ഈസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ. പക്ഷേ മിൽട്ടാവ് ഇതേപോലെ ACL ഇഞ്ചുറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫിറ്റായി നിൽക്കാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത്. പിന്നെ റൗൾ അസെൻസിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, റൗൾ അസെൻസിയോ ഓക്കെ ലീഗിൽ വേണമെങ്കിൽ ചില മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിക്കാം, ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ്സിൽ ഏതെങ്കിലും മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിക്കാം. പക്ഷേ ഒരു UCL ലിവർപൂളിനെതിരെ, PSG-ക്കെതിരെ അല്ലെങ്കിൽ ബയേണിനെതിരെ എല്ലാം ഒരു മാച്ച് വരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ളൊരു പ്ലെയർ അല്ല നമ്മുടെ റൗൾ അസെൻസിയോ. ആൾ തുടക്കത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിൽ പോലും ബിഗ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആള് സ്ലോപ്പിയാണ്. സോ ഡീൻ ഹുയ്സന്റെ കാര്യം റൗൾ അസെൻസിയോന്റെ കാര്യം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സാബി അലോൺസോന്റെ എക്സ്പെക്ടേഷനൊക്കെ ആൾ മീറ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഇപ്പം റൂഡിഗറും റൗൾ അസെൻസിയോയും കൂടാണ് ആ കളി കൊണ്ടുപോയി ഉടച്ചു കളഞ്ഞത്, 2 മിസ്റ്റേക്ക്. സോ അതാണ് ഇവരൊന്നും അത്ര പ്രസ് റെസിസ്റ്റൻ്റ് ഒക്കെ ഇല്ലാത്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ ഇപ്പം അവർക്ക് CB ഓപ്ഷൻസ് ആയിട്ട് വേറെ ആരും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വേണമെങ്കിൽ അവർക്ക് ചോമേനിനെ കളിപ്പിക്കാം. ഓക്കെ, ചോമേനി എന്നിരുന്നാൽ പോലും നമ്മൾ മിഡ്ഫീൽഡർ ആയിട്ടൊക്കെ ഇപ്പോൾ കൺസിഡർ ചെയ്യാം. പിന്നെ ആള് ഡീപ്പിലേക്ക് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യും, ആ ഒരു ആസ് എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് ഇപ്പോൾ ആ ഒരു ഗ്യൂളർ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡിൽ നിന്ന് ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് പലപ്പോഴും ചോമേനി ഇങ്ങനെ ഡീപ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചോമേനി ഉണ്ട്, പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു മെനയാവുന്നില്ല ഡിഫൻസ്. ആ ഒരു സെൻറ്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ പലപ്പോഴും 3 സെൻറ്റർ ബാക്കുകളൊക്കെയാണ് പരീക്ഷിക്കാറുള്ളത്. അപ്പോൾ ഹുയ്സനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹുയ്സന്റെ ലെവലിൽ നിൽക്കുന്ന ക്വാളിറ്റീസ് ഉള്ള ബോൾ പ്ലേയിങ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല. ഈ ഒരു സിസ്റ്റത്തിൽ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വളരെ വളരെ നെസസറി ആണ്. അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാർലോന്റെ സിസ്റ്റം പോലെയല്ല ഈ ഒരു മാനേജർ. സാബി അലോൺസോ ഒരു സിസ്റ്റം മാനേജറാണ്. ഇനി നമ്മൾ വിങ് ബാക്സിൻ്റെ കാര്യം പറയാം. അപ്പോൾ സെൻറ്റർ ബാക്കിൽ പ്രശ്നമുണ്ട് കേട്ടോ. ഇനി വിങ് ബാക്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ട്രെൻഡിനെ എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സൂപ്പറാണ്. ആള് പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് പോയിക്കോളും, ക്രോസ് കൊടുത്തോളും, ലോങ് ബോൾ കൊടുത്തോളും, സ്വിച്ച് കൊടുത്തോളും, ത്രൂ ബോൾസ് കൊടുത്തോളും, ഗോൾ അടിച്ചോളും, സെറ്റ് പീസ് എടുത്തോളും, എല്ലാം ചെയ്തോളും. പക്ഷെ ഡിഫെൻഡ് ചെയ്യാനാണ് ട്രെൻഡിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഡിഫെൻസീവ്ലി ആൾ കുറച്ച് മോശമാണ്. ഇത് നമുക്ക് കാലങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ്. റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന സമയത്ത്, ലിവർപൂളിൽ കളിക്കുന്ന സമയത്ത് ആൾ ഡിഫെൻസീവ് ക്വാളിറ്റീസ് ഒക്കെ ഭയങ്കര ഡൗൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് റയലിനെയും ബാധിക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഓൾറെഡി ഡിഫൻസ് സെൻട്രൽ ബാക്ക് ഏരിയയിൽ ചെറിയൊരു ഇതുണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ഫോമായി വന്നാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഗുരുതരം എന്ന് പറയുന്നില്ല. അവിടെ ഫിറ്റായി നിൽക്കേണ്ടവർ ഫിറ്റായി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ റൂഡിഗറൊക്കെ നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഫില്ലപ്പായി പോയിക്കോളും. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് മേലോട്ട് പോകുമ്പം അവിടെ ഒരു ഹോളാണ്. ഇനിയിപ്പോൾ റോഡ്രിഗോ ആ ഹോള് എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാക്കിലും ഒരു ഹോള് വരാൻ ചാൻസ് ഉണ്ട്. സെൻട്രൽ ബാക്ക് എങ്ങനെയായാലും വൾണറബിൾ ആവുന്ന പേഴ്സണൽ എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് കാരേറാസ് ഉണ്ട്. കാരേറാസിൻ്റെ സൈഡ് അത്യാവശ്യം സേഫാണ്. പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് അവിടെ നമ്മുടെ കർവഹാളും ഉണ്ട് കേട്ടോ, അതും പറയണം, കർവഹാളും ഉണ്ട്. എനിവേ ട്രെൻഡ് കളിക്കുന്ന സമയത്ത് ഡിഫൻസീവ്ലി അവർക്ക് നല്ല വൾണറബിലിറ്റി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ലെഫ്റ്റ് ബാക്ക് കരേറാസിൻ്റെ കാര്യം സേഫാണ്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് മിഡ്ഫീൽഡ് കുറേ ആൾക്കാരുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, ഫെഡെ വാൽവേർഡെ ഉണ്ട്, കമവിംഗ ഉണ്ട്, ചൗമീനി ഉണ്ട്.
കുറേ ആൾക്കാരുണ്ട്, പേര് പറയേണ്ട ആവശ്യമില്ല. ബ്രയൻ ഡയാസ് ഉണ്ട്, അതുപോലെ തന്നെ സെബിയോസ് ഉണ്ട്, അർദ ഗുലർ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ നമ്പർ 6 കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ 6 ഒന്നും ഇല്ല റയലിൻ്റെ സൈഡിൽ. അതാണ് മെയിൻ പ്രശ്നം. ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല. ക്രൂസ് ഉണ്ടായിരുന്ന പോലത്തെ ഒരു പ്ലെയർ ഇപ്പം ഇല്ല. അപ്പം ആ ഒരു പ്ലെയറെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അർദ ഗുലറിനെ ഡിഫൻസിലേക്ക് ആ ഒരു നമ്പർ 6 ഒക്കെ ആയിട്ട് ഡീപ്പിലേക്ക് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്സാബി അലോൺസോ. പക്ഷേ ബിഗ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെ സെറ്റ് ആവും എന്നുള്ളത് കണ്ടറിയണം. ആളുടെ ഓൺ ദ ബോൾ ക്വാളിറ്റീസിനെ കുറിച്ച് സംശയമില്ല, പക്ഷേ ഡിഫെൻസീവ്ലി അപ്പോഴും കൺസേൺ വരുന്നത് ഡിഫെൻസീവ്ലി ആണ്. ഡിഫെൻസീവ്ലി ആൾ വീക്കാണ്. ഇപ്പം ഒരു പ്ലെയറെ ഇങ്ങനെ ഒരു നമ്പർ 6 പോലത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഡിഫെൻസീവ് അവയർനെസ്, ആൾ പുതിയൊരു പൊസിഷനിലേക്ക് ആൾ വരുന്നത്, അപ്പോൾ ഡിഫെൻസീവ് അവയർനെസ് സെറ്റായി വരാൻ ടൈം എടുക്കും. പിന്നെ ഈ ഒരു പ്ലെയർ ഫിസിക്കലി വീക്കാന്നും കൂടെ ആലോചിക്കണം. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചെറിയ പയ്യനാണ്, ഫിസിക്കലി വീക്കാണ്, ഡിഫെൻസീവ് അവയർനെസ് കുറവാണ്. ഇത് രണ്ടും ഭയങ്കര പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ബിഗ് മാച്ചിൽ. ഇപ്പോൾ ലിവർപൂളിനെതിരെ വന്നു കഴിഞ്ഞാൽ, PSG-ക്കെതിരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് വരും. ഓക്കെ, അതാണ് ആ 6 നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടി പറയപ്പോൾ ഡിഫൻസിൽ ഒരു പ്രോപ്പർ പാർട്ട്ണർ നമ്മുടെ ഹുയ്സൺ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ആ ഒരു റൈറ്റ് ബാക്ക് സൈഡിൽ ട്രെൻഡ് അറ്റാക്കിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ഹോള് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്ലസ് ഈ ഒരു നമ്പർ 6 ഒരു ഹോള് പലപ്പോഴും വരും. അതായത് ഇപ്പോൾ ബിഗ് മാച്ചസിലേക്ക് പോകുന്ന സമയത്ത് അർദ ഗുലറിനെ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യും. പിന്നെ അർദ ഗുലർ അല്ലാതെ പിന്നെ അവിടെ ഒരു മിഡ്ഫീൽഡൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന ആരാ? ചോമേനിക്കൾ. പക്ഷേ ചോമേനിക്ക് അറിയാലോ സ്വിച്ച് ചെയ്യാൻ, അതൊന്നും പറ്റൂല. അപ്പോൾ ചോമേനെ ടാർഗറ്റ് പ്രസ് ചെയ്യും, ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യും. അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു ഹോള് വീഴും. മിഡ്ഫീൽഡ് ഇങ്ങനെ ഹോള് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മറ്റേ തിരമാലടിച്ച് വരുന്ന പോലെ അങ്ങോട്ട് വരും ഡിഫൻസിലേക്ക്. അല്ലെങ്കിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഡിഫൻസ് സ്വാഭാവികമായിട്ടും ആടി ഉലയും. പിന്നെ എന്താ പറയുക, കോർട്ട് രക്ഷിക്കണം, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. എനിക്ക് പ്രശ്നം തോന്നിയിട്ടുള്ള കാര്യം പറയുന്നത് ഞാൻ കുറച്ച് കാണാനില്ല. ഓക്കെ, ഇതൊക്കെ അവർക്ക് വേണമെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് മേലോട്ട് പോകുന്ന സമയത്ത് പിന്നെ മിഡ്ഫീൽഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ജൂഡാണെങ്കിലും ഫെഡ ആണെങ്കിലും കമവിംഗൊക്കെ ആണെങ്കിലും അവരൊക്കെ ഓരോരോ റോള് അവരുടെ റോള് ചെയ്തോളും. ഈ 6 ആണ് പ്രശ്നം. ഇനി നമ്മൾ നേരെ ഫൈനൽ തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഇപ്പം വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ ഇവരാരും അങ്ങനെ വർക്ക് ലോഡ് എടുക്കാത്ത പ്ലേയേഴ്സാണ്. അപ്പം ആ പരിപാടി ഇനി നടക്കില്ല. വർക്ക് ലോഡ് എടുക്കാത്ത പരിപാടി ഇനി റയലിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർക്ക് ലോഡ് എടുത്തേ മതിയാവും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ പറയാം, നമുക്കിപ്പോൾ ഇന്ററിൻ്റെ കളി കുറേ കണ്ടുള്ളതുകൊണ്ട് പറയാം. ഇന്ററിലെ ഒരു പ്ലെയറെ നമ്മളിങ്ങനെ ചുമ്മാ ഫ്രീ ആക്കി വിട്ടു. അതായത് അവരുടെ ഫ്രണ്ട് ലൈനിൽ പോയിട്ട് പ്രസ് ചെയ്യാതെ ഇന്റർത്തെ ഒരു പ്ലെയറെ ബാസ്റ്റോണിനെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ബാസ്റ്റോണിയൊക്കെ അങ്ങോട്ട് ഇടിച്ച് കയറി ഫ്രണ്ടിലോട്ട് വരും, രണ്ടാളെ ടേക്ക് ഓൺ ചെയ്തിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ PSG-ൻ്റെ പ്ലെയേഴ്സൊക്കെ പ്രസ് ചെയ്യുന്നുണ്ടല്ലോ, എന്താ പറയുക, മരിച്ച് പ്രസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പ്രസ് ചെയ്യണം, കുറച്ചെങ്കിലും ചെയ്യണം, അല്ലാതെ രക്ഷയില്ല. കുറച്ചെങ്കിലും ചെയ്യാതെ രക്ഷയില്ല റയലിനെ സംബന്ധിച്ചിടത്തോളം. ഈ എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും പലപ്പോഴും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ തന്നെ അവരുടെ പണി കംപ്ലീറ്റ് പാളിപ്പോയത്. ഇത് ഞാനും പറഞ്ഞുള്ള കാര്യമാണ്. എനിക്കറിയുന്ന ഒട്ടുമിക്ക റയൽ ഫാൻസും എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ ഫൈനൽ തേർഡിൽ ഒരാളും പ്രസ് ചെയ്യാത്തത്. ഓക്കെ, പിന്നെ ഇനി ആ ലെഫ്റ്റ് വിങ്ങർ റോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്കറായിട്ട് മേ ബി ഗോൺസാലോ ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എംബാപ്പെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരും. അപ്പോൾ വിനീഷ്യസ് എന്ത് ചെയ്യും, റോഡ്രിഗോ എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ആ ചോദ്യത്തിനും എങ്ങനെ ഉത്തരം കിട്ടും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം ഗോൺസാലോ ഗാർഷ്യനെ നോക്കുന്ന സമയത്ത് ആളുടെ സിസ്റ്റത്തിന് പറ്റിയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണെന്നുള്ള ഫീലൊക്കെ ഉണ്ട്. ഇപ്പം ക്ലബ് വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ സൂപ്പർ പെർഫോമൻസ് ആണ് ആൾ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സീസണ് ആളെങ്ങനെ പെർഫോം ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഈ എംബാപ്പേൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്തായാലും ആ ഒരു സ്ട്രൈക്കർ റോളിൽ കിട്ടൂല എന്ന് നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളിലേക്ക് എംബാപ്പെ വരികയാണെങ്കിൽ പിന്നെ സ്ട്രൈക്കറായിട്ട് ഗോൺസാലോ ഗാർഷ്യ വരേണ്ടതായിട്ട് വരും. അപ്പോൾ വിനി മേ ബി ബെഞ്ചിൽ പോയേക്കാം. അല്ലെങ്കിൽ ഈ എപ്പോഴത്തെയും പോലെ വിനി ലെഫ്റ്റിൽ, എംബാപ്പെ സെൻറ്ററിൽ. പക്ഷേ എംബാപ്പയ്ക്ക് എന്താ പറയുക,
ആ ഒരു റിതം കിട്ടൂല, ഇങ്ങനത്തെ പ്രശ്നം വരും. ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, അപ്പം അതാണ് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു ഡിഫെൻസീവ് വൾണറബിലിറ്റി റയലിന് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അറ്റാക്കിൽ എല്ലാവരും വർക്ക് ലോഡ് എടുക്കണം, അല്ലെങ്കിൽ അറ്റാക്കിൽ വർക്ക് ലോഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിന് ഓവർലോഡ് വരും. അവിടെ 6 ഇല്ലാത്തത് അപ്പോൾ അവരെ ക്രൂ വളരെ ബാധിക്കും. സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡ് പൊളിയും, പിന്നെ ഡിഫൻസ് പൊളിയും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്ലെയേഴ്സിനെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് യൂണീക്ക് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലെയറാണ് റയലിലുള്ളത്. കോർട്ടുവ ആണെങ്കിലും ഹോയ്സൺ ആണെങ്കിലും റൂഡിഗർ ആണെങ്കിലും ഇവൻ ഫ്രാൻ ഗാർഷ്യ ആണെങ്കിൽ പോലും, പിന്നെ ഇപ്പം കാരേറാസിനെ പോലത്തെ പ്ലെയേഴ്സ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജൂഡ്. അറിയാലോ ഇവർക്ക് യൂണീക്ക് ക്യാരക്ടേഴ്സ്. ഫെഡെ, എംബാപ്പയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗൊന്നുമില്ല, ഡെലിവറിയാണ്. മിണ്ടാതെ വരുന്നു, ഡെലിവർ ചെയ്തിട്ട് പോകുന്നു, അറിയാലോ. അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഇൻഡിവിജ്വൽ ടാലൻസ് ആണ് ഈ നിരക്കുന്ന ഒരു സൈഡാണ് റയൽ. സോ ഈ റയലിനെ കൊണ്ട് എന്തും പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പറ്റും. നമ്മൾ ഈ പ്രശ്നമൊക്കെ പറയുമെങ്കിൽ പോലും ഈ പ്രശ്നമൊക്കെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് പോയി ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത സൈഡാണ് ടാലൻറ്റ് വൈസ് നോക്കുന്ന സമയത്ത്. കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ സാബി കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഡെഫിനറ്റ്ലി UCL ഫേവറേറ്റ്സ് തന്നെയാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ റയലിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. പിന്നെ മിഡ്ഫീൽഡിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മിഡ്ഫീൽഡ് അവരുടെ അടുത്ത് റിച്ച് ആണ്, 6 ആണ് പ്രശ്നം. അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.